So in the previous video we were discussing about mineralocorticoids. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് about glucocorticoids. Glucocorticoids mainly അതിന് രണ്ട് ആക്ഷനാണുള്ളത്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദി ബോഡി മെറ്റബോളിസം ആൻഡ് റെസിസ്റ്റൻസ് ടു സ്ട്രെസ്. ബോഡിയിൽ അനബോളിസത്തിൻ്റെയും കാറ്റബോളിസത്തിൻ്റെയും ലെവൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ബോഡിക്ക് എന്തെങ്കിലും സ്ട്രെസ് കണ്ടീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ മെയിൻലി 3 types ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ എഴുതിയ പോലെ ഈ ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ ഇസ് കോർട്ടിസോൺ, സെക്കൻഡ് ഇസ് ഹൈഡ്രോകോർട്ടിസോൺ, അതർവൈസ് ഓൾസോ നോൺ ആസ് കോർട്ടിസോൾ, ആൻഡ് ദ തേർഡ് ഇസ് കോർട്ടിക്കോസ്റ്റീറോൺ. കോർട്ടിസോൺ, ഹൈഡ്രോകോർട്ടിസോൺ ഓർ കോർട്ടിസോൾ ആൻഡ് കോർട്ടിക്കോസ്റ്റീറോൺ മൂന്നെണ്ണമാണുള്ളത്. അതിനകത്ത് ഹൈഡ്രോകോർട്ടിസോൺ, സെക്കൻഡ് പഠിച്ച ഹൈഡ്രോകോർട്ടിസോൺ ഓർ കോർട്ടിസോൾ, ദാറ്റ് ഈസ് അബണ്ടൻറ്റ് 95%. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൽ 95% കോർട്ടിസോളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഫോം ചെയ്യുന്നത് ഫ്രൻസോണ ഫാസിക്കുലേറ്റ. സോ ഇറ്റ് പ്രൊഡ്യൂസസ് 3 ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. അതിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള കോർട്ടിസോളിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ഓക്കെ, so actions mainly it is having 6 actions. The first one is protein breakdown. Breakdown of protein എന്ന് പറഞ്ഞാൽ തന്നെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഇഷ്ടംപോലെ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. സോ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമ്മൾക്ക് എന്താ കിട്ടുക? അമിനോ ആസിഡ്സാണ് കിട്ടുക. സോ ഇറ്റ് ലിബറേറ്റ് മച്ച് മോർ എമൗണ്ട് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ടു ദ ബ്ലഡ്. നമ്മൾ ബ്ലഡിലോട്ടേക്ക് അതിനെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന അമിനോ ആസിഡിനെ ബോഡിക്ക് റീയൂസ് ചെയ്യാം. വേറെ ഏതെങ്കിലും പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റീയൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത പ്രോട്ടീൻ്റെ ലിബറേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ റീയൂസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ഇസ് ദി ഗ്ലൂക്കോസ് ഫോർമേഷൻ. ഗ്ലൂക്കോസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ ഗ്ലൂക്കോസ് ഫോർമേഷൻ അല്ല. ഈ പ്രോസസ്സ് ഗ്ലൂക്കോണിയോജെനസിസ് ആണ്. ഗ്ലൂക്കോണിയോജെനസിസ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾക്കൊരു ഗ്ലൂക്കോസ് ഉണ്ടാവണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ യൂണിറ്റ് ജോയിൻ ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് മോളിക്യൂളായിട്ട് മാറുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതൊന്നുമല്ലാതെ വേറെ ഏതെങ്കിലും ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിന് ഒരുപാട് വ്യത്യാസമുള്ള ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഗ്ലൂക്കോസായിട്ട് മാറും. അതിനാണ് നമ്മൾ ഗ്ലൂക്കോണിയോജെനസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ബയോകെമിസ്ട്രിയിൽ മേ ബി അത് കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള മോയിറ്റിയാണ് ഇവിടെ നമുക്ക് വരുന്നത്. അതിനകത്ത് വരുന്നത് അമിനോ ആസിഡ് അല്ലെങ്കിൽ എ എന്ന് എഴുതിയത് അമിനോ ആസിഡാണ്, ഓർ ലാക്റ്റിക് ആസിഡ്. ഈ അമിനോ ആസിഡോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ ലിവറിൻ്റെ അകത്തു നിന്നാണ് ഇറ്റ് കൺവേർട്ട് ഇൻ ടു ഗ്ലൂക്കോസ്. ഓക്കെ, ഓർ ലിവർ കൺവേർട്ട് അമിനോ ആസിഡ് ഓർ ലാക്റ്റിക് ആസിഡ് ഇൻ ടു ഗ്ലൂക്കോസ് molecules. Okay, this glucose molecules can be utilized by neurons ആൻഡ് അതർ സെൽസ്. ഒന്നുകിൽ നമ്മുടെ ബോഡിയിലെ നോർമൽ ന്യൂറോൺസ് അല്ലെങ്കിൽ സെൽസിനെ നോർമലി യൂട്ടിലൈസ് ചെയ്യാം. എന്തിന്? ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അവർ മെയിൻലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അവർക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് ഗ്ലൂക്കോണിയോജെനസിസ് ഓർ നോൺ കാർബോഹൈഡ്രേറ്റ് മോയിറ്റിക്കകത്തു നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്. ഓക്കെ, and the third one is lipolysis. Lysis in the sense breakdown. Okay, so lipid molecule നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് ചെയ്യുക. ട്രൈഗ്ലിസറൈഡ്സ് ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറും. ഈ ഫാറ്റി ആസിഡ്സ് പിന്നെ എങ്ങോട്ടേക്ക് പോകും? നേരെ ബ്ലഡിലോട്ടേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ലിപ്പിഡ്സിനെ അഡിപ്പോസ് ടിഷ്യൂ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കൂടുതൽ ലിപ്പിഡ്സിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഇസ് റെസിസ്റ്റൻസ് ടു സ്ട്രെസ്. സപ്പോസ് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടാവുക. മെയിൻലി വരുന്ന സ്ട്രെസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബോഡി എക്സസൈസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താ? ബോഡിനെ സംബന്ധിച്ചിട്ട് അതൊരു സ്ട്രെസ് കണ്ടീഷനാണ്. ദെൻ ഫാസ്റ്റിംഗ്, നമ്മളൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ഫ്രൈറ്റ്, ടെമ്പറേച്ചർ എക്സ്ട്രീം, ഏതെങ്കിലും ഒന്നുകിൽ ഭയങ്കര തണുപ്പോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും? ടെമ്പറേച്ചറൊക്കെ കുറവായിരിക്കുമല്ലോ. ദെൻ ബോഡി ബ്ലീഡിങ്, ഏതെങ്കിലും ഒരു പോർഷനിൽ നിന്ന് ബ്ലീഡ് ചെയ്യുക. ഓർ ബോഡി ഇൻഫെക്ഷൻ, സർജറി, ട്രോമ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൂണ്ട് ഉണ്ടാവുക, ഓർ ഡിസീസ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്ട്രെസ് കണ്ടീഷൻ വരുമ്പോൾ ബോഡി എന്ത് ചെയ്യും? ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ചെയ്യും. ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു
ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്ലൂക്കോണിയോജനസിസ് നോൺ കാർബോഹൈഡ്രേറ്റ് മോയിറ്റിൽ നിന്നുണ്ടാക്കിയ ഗ്ലൂക്കോസിനെയാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സ്ട്രെസ് ഉള്ള സമയത്ത് ആര് യൂട്ടിലൈസ് ചെയ്യുന്നത്, ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ഗ്ലൂക്കോണിയോജനസിസ്. അപ്പോൾ ആ ഉണ്ടാക്കിയ ഗ്ലൂക്കോസിനെ അവർ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെയാണ് ബോഡി റെസിസ്റ്റൻ്റ് ആവുന്നത് ടുവേർഡ്സ് ദി സ്ട്രെസ് കണ്ടീഷൻസ്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് WBCs ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ മീഡിയേറ്റേഴ്സ് പ്രസൻ്റ് ആണ്. സോ ഈ WBCൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കലും ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെയൊക്കെ കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് WBCൻ്റെ മുകളിൽ പോയിട്ട് ഇൻഹിബിറ്ററി ആക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ്റെ റേറ്റ് കുറയും. പിന്നെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് വേറൊരു ആക്ഷൻ എന്ന് പറയുന്നത് ടിഷ്യൂ റിപ്പയറിനെ അത് കുറയ്ക്കുകയാണ് ചെയ്യുക. ടിഷ്യൂ റിപ്പയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു വൂണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ വൂണ്ട് ഹീൽ ആവാൻ എടുക്കുന്ന സമയം അത് കൂട്ടും. പതുക്കെ വൂണ്ട് ഹീലിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ കണ്ടോ, അടുത്ത ആക്ഷൻ എന്താ പറയുന്നത്, സോ ദ വൂണ്ട് ഹീലിംഗ് വിൽ ബി വെരി സ്ലോ. പതുക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടായ മുറിവ് പഴയ പോലെ ബോഡി നോർമലായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളതിനെ കൊണ്ട് ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഡിസീസസിന് ഇത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഡിസീസ് എന്ന് പറയുമ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഓർ RA. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. മെയിൻലി കൈയിൻ്റെ ഈ ഫിംഗറിൻ്റെ ജോയിൻറ്റ്, കാലിൻ്റെ മുട്ട്, കൈയിൻ്റെ മുട്ട്, അവിടെയൊക്കെ ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിനെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കാറുണ്ട്. ഇന്ന് ലാസ്റ്റ് വൺ ഈസ് ഡിപ്രഷൻ ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയും, കാരണം WBCൻ്റെ ആക്ഷൻ ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇമ്മ്യൂണിറ്റി, ടോട്ടൽ ബോഡി ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു യൂസ്ഫുൾ എഫക്റ്റിന് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഓർഗൻ നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു മദറും അവരുടെ മകനും. അപ്പോൾ ഈ മദറിൻ്റെ കിഡ്നി ഈ മകന് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, ആ മകനെ സംബന്ധിച്ച് മദറിൻ്റെ കിഡ്നി എന്താ, ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ ഈ മോൻ്റെ ബോഡിക്കകത്തോട്ടേക്ക് ഈ കിഡ്നി കൊടുക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ റിജക്ഷനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് WBCയാണ്. അപ്പോൾ ആ WBCൻ്റെ ലെവൽ അങ്ങ് കുറയ്ക്കുക, നല്ലപോലെ കുറയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ആക്ഷൻ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിനെ കൂടുതലായിട്ട് ആരാണോ ഓർഗനെ എടുത്തത് അയാൾക്ക് കൊടുക്കും. അപ്പോൾ ബോഡി പതുക്കെ എന്ത് ചെയ്യും, WBCൻ്റെ ആക്ഷനൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് സ്വന്തം ബോഡി പാർട്ടായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നവരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി കൺട്രോൾ ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് സെക്രീഷൻ. ഇതും ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് നമ്മളെ ബോഡി ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനകത്ത് ലോ ലെവൽസ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ലെവൽ നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ ഹൈപ്പോതലാമസിനകത്തുള്ള ന്യൂറോ സെക്രട്ടറി സെൽസ് അതിനെ ഡിറ്റക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോണിനെയും ഇൻഹിബിറ്റിംഗ് ഹോർമോണിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിലീസിങ് ഹോർമോൺ നേരെ ആൻറ്റിരിയർ പിറ്റ്യൂട്ടറിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോണിന് നേരെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യാനും ആൽഡോസ്റ്റിറോണിൻ്റെ സെക്രീഷനും ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഗ്ലൂക്കോകോർട്ടിക്കോയിഡിൻ്റെ ആക്ഷനെയും ഡയറക്റ്റ്ലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഐ ക്യാൻ ഷോ യു വൺ സ്ക്രീൻഷോട്ട്. ഇതാണ് അതിൻ്റെ പിക്ചർ. ഒരു സ്റ്റിമുലസ് ഉണ്ടാവുമ്പോൾ ഹോമിയോസ്റ്റാസിസ് കുറയും, കൺട്രോൾഡ് കണ്ടീഷൻ മാറും, റിസപ്റ്റേഴ്സ് ന്യൂറോ സെക്രട്ടറി സെൽസിൻ്റെ ഹൈപ്പോതലാമസ് അതിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് കൊടുക്കും. CRH ആൻറ്റിരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരും, ACTH വരും. ACTH അഡ്രിനൽ ഗ്ലാൻഡിനുമായിട്ട് ആക്ട് ചെയ്യും, ഗ്ലൂക്കോകോർട്ടിക്കോയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ടോ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ലെവൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് വീണ്ടും കൂടുമ്പോൾ ഒത്തിരി കൂടുകയാണെങ്കിൽ വീണ്ടും നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞായിരുന്നു ഒരു ട്രേസ് എമൗണ്ട് ഓഫ് ആൻഡ്രോജൻസും കൂടെ ഇതിൻ്റെ ഒരു പോർഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രജൻ വെരി കുറച്ച് എമൗണ്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടാൾക്കാരിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രജൻസിൻ്റെ പേരാണ് DHEA. അത് ഈ അണ്ടർലൈൻ ഇട്ട ലെറ്റേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഡി ഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റീറോൺ. ഓക്കെ, ഡി ഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റീറോൺ അതാണ് ഈ ആൻഡ്രോജൻ്റെ പേര്. അപ്പോൾ ഈ 4 ലെറ്റേഴ്സ് മാത്രം എടുത്തിട്ടാണ് നമ്മളിതിന് DHEA എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആക്ഷനാണ്. അത് രണ്ടും നമ്മൾ നോക്കിയിരിക്കണം. മെയിലിലെ ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പ്യൂബർട്ടിക്ക് ശേഷം ടെസ്റ്റസിനകത്തുനിന്ന് ഇഷ്ടംപോലെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്തില്ല, ഇവർക്ക് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആക്ഷൻ കൊടുക്കേണ്ട കാര്യം വരില്ല. കാരണം ഒരു 10, 11 അല്ലെങ്കിൽ 12 ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും പ്യൂബർട്ടി ആവും. പിന്നെ കൂടുതലായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തോളും ഇങ്ങനത്തെ ഹോർമോൺസ്. ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിലിൻ്റെ ആക്ഷൻ എന്ന് വെച്ചാൽ അത് ലിബിഡോ എന്ന് വെച്ചാൽ സെക്സ് ഡ്രൈവ് അത് പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യാം. പിന്നെ ഈ DHEA നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലുമൊക്കെ ടിഷ്യൂസ് ഈസ്ട്രജനായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആഫ്റ്റർ മെനോപോസ്. ഈ ലേഡീസിനെ സംബന്ധിച്ച് മെനോപോസിന് ശേഷം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര കുറഞ്ഞ ലെവൽസിൽ മാത്രമേ ബോഡിയിൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ബോഡി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ DHEA-നെയാണ്. ഓക്കെ, DHEA ഈസ്ട്രജനായിട്ട് ഫോം ചെയ്യും. ആ ഈസ്ട്രജനെയാണ് ആഫ്റ്റർ മെനോപോസ് ഫീമെയിൽസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കുറച്ച് കോമൺ ആക്ഷൻ ഉണ്ട് ബോത്ത് ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ. അതിനകത്ത് ഗ്രോത്ത് ഓഫ് ആക്സിലറി ആൻഡ് പ്യൂബിക് ഹെയർസ്. എൻ്റെ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് പ്യൂബിക് ഹെയർസിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ബോത്ത് ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ അഡ്രിനൽ കോർട്ടക്സ് അവിടെ കഴിയാണ്. ദെൻ നെക്സ്റ്റ് ഇസ് അഡ്രിനൽ മെഡുല്ല. ഈ ഒരൊറ്റ സ്ലൈഡും കൂടിയുള്ളൂ കഴിയും. അപ്പോൾ ഈ അഡ്രിനൽ മെഡുല്ല അതിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് പോർഷനാണ്. ഹോർമോൺ പ്രൊഡ്യൂസിങ് സെൽസിനെ നമ്മൾ പറയണത് ക്രോമാഫിൻ സെൽസ് എന്നാണ് പറയുക. ഈ ക്രോമാഫിൻ സെൽസ് 2 ടൈപ്പ് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എപ്പിനെഫ്രിൻ ആൻഡ് നോറെപ്പിനെഫ്രിൻ. പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ 80% എപ്പിനെഫ്രിനാണ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി 20% ഇസ് നോറെപ്പിനെഫ്രിൻ. അതർവൈസ് നോൺ ആസ് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിൻ. നിങ്ങളിതിൻ്റെ ആക്ഷൻസ് എല്ലാം കൂടുതലായിട്ട് നെർവസ് സിസ്റ്റത്തിനകത്ത് പഠിക്കും. പിന്നെ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം തന്നെയാണ്. പിന്നെ അതിനകത്ത് ന്യൂറോൺസ് ആയതിനെ കൊണ്ട് ഇതിൻ്റെ ആക്ഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, കാരണം നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഇവിടെ കഴിയാണ്. ഓക്കെ, താങ്ക് യു.